ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് സത്താർ ഹാജി ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ തന്റെ കുടുംബങ്ങളിലേക്ക് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതിന്റെ ഈ ഒരു മുന്നത്തെ വീഡിയോയില് എന്തൊരു സന്തോഷത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വിവാഹത്തിന് കണക്കാക്കി വെച്ച ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് പ്രിയപ്പെട്ട സത്താർ ഹാജി വിദേശത്ത് നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് വന്നിറങ്ങി. മക്കളെ കണ്ടു, വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചു, ആലിംഗനം ചെയ്തു. പക്ഷേ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ്. അവര് വാഹനത്തിൽ കയറുന്നു, കുറച്ച് കഴിയുമ്പോഴേക്കും ആ വാഹനം മറ്റൊരു വാഹനത്തിന്റെ പിറകിൽ ഇടിച്ചിട്ട്, ഒരു കുടുംബത്തിലെ പല ആളുകളുമുണ്ട് ആ വാഹനത്തിൽ. പക്ഷെ വിവാഹത്തിന് വേണ്ടി മണവാട്ടിയായി തയ്യാറാവാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആ പ്രിയപ്പെട്ട ആലിയ ആ ലോകത്തിനോട് വിട പറഞ്ഞു. കൂടെ ആലിയെ കൈപിടിച്ച് മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സത്താർ ഹാജിയും ആ വാഹനത്തിൽ നിന്ന് വിട പറഞ്ഞു എന്നുള്ളതാണ്. വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുടുംബക്കാർക്ക് പിന്നീട് വന്ന വാർത്ത വളരെ സങ്കടപ്പെടുത്തുന്നതായിരുന്നു. വളരെ വളരെ വിഷമപ്പെടുത്തുന്ന ഒരു വാർത്ത. ആദ്യം തന്നെ സ്പോട്ടില് പ്രിയപ്പെട്ട ആലിയ ഈ ലോകത്തിനോട് വിട പറഞ്ഞു എന്നുള്ളവര് അറിഞ്ഞ് ജനങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോ, നാട്ടുകാർ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഉടനെ തന്നെ അടുത്ത വാർത്തയും വരുന്നത് സത്താർ ഹാജിയും ഈ ലോകത്തിനോട് വിട പറഞ്ഞു എന്നുള്ളതാണ്. മദീനത്ത് വരുന്ന ഹജ്ജിനാവട്ടെ ഉംറക്കാവട്ടെ വരുന്ന അതിഥികളെ വളരെ സ്നേഹത്തോടു കൂടി സജീവമായിട്ട് സ്വീകരിച്ചിരുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു സത്താർ ഹാജി. അദ്ദേഹം ഒരുപാട് മേഖലയിൽ നാടിനും വീടിനും വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. പക്ഷേ തന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് വന്ന അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടിയ ആ ഒരു വല്ലാത്ത വിഷമം, ആ നാടിന്റെ വിഷമം അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ, തന്റെ കുടുംബക്കാർ തന്നെ പറയുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ആ മരണ വാർത്ത അറിഞ്ഞതു മുതൽ അവരെ മറവ് ചെയ്യുന്നത് വരെ ആ വീട്ടിലേക്ക് ജനങ്ങള് ആയിരങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്മകൾ മാത്രമാണ് സത്താർ ഹാജിയെ കുറിച്ചും ആ കുടുംബത്തിനെ കുറിച്ചും പറയാനുണ്ടായിരുന്നത്. എന്ത് തന്നെയാണെങ്കിലും അള്ളാഹുവിന്റെ വിധിക്ക് മുന്നിൽ നമുക്ക് മറ്റൊന്നും പറയാനില്ല, അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. നാളെ ഉന്നതമായ സ്ഥാനം നൽകി സത്താർ ഹാജിയെയും ആ പ്രിയപ്പെട്ട മകൾ ആലിയെയും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ സ്വർഗത്തിലെ മണവാട്ടിയായിട്ട് ആ ഉപ്പയോട് കൂടെ തന്നെ ഉപ്പക്ക് നല്ലൊരു വ്യക്തിയിലേക്ക് കൈപിടിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വല്ലാത്ത സങ്കടമാണ് ഈ ഒരു വാർത്ത നമുക്ക് മുന്നിൽ ഇട്ടിരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിന്റെ മനക്കരുത്തിന് വേണ്ടിയിട്ട്, ക്ഷമയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഈ ആലിയ മൂത്ത മകളാണ്. ആലിയക്ക് ശേഷം ഇനിയും പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളുടെ ഒക്കെ വിവാഹം അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി നടക്കുന്ന സമയത്ത് ഈ ഒരു രംഗം, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത, ഈ ഒരു സംഭവം അവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒക്കെ കുടുംബത്തിന്റെ അവസ്ഥയാണ്. അപ്പൊ അവർക്കൊക്കെ എല്ലാം മറന്നുകൊണ്ട് നല്ലൊരു അവസ്ഥയിൽ ജീവിക്കുവാനും ആ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് ഇനി നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രവൃത്തികളും മാത്രമാണുള്ളത്. പടച്ച റബ്ബ് അവർക്കൊക്കെ ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ട രംഗങ്ങൾ മനസ്സിൽ നിന്ന് പോവാത്തതാണ്. എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ പ്രിയ സഹോദരൻ ആ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത്. തന്റെ പ്രിയപ്പെട്ട മക്കളെ കാണുമ്പോൾ വല്ലാത്തൊരു കുളിരാണ് അദ്ദേഹത്തിനുള്ളത്. അത് ഏതൊരു വിദേശത്തു നിന്ന് വരുന്ന ഏതൊരു പ്രവാസിക്കും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ആ ഒരു വിമാനം താഴെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആ പച്ചപ്പൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം ഉണ്ടാവാറുണ്ട്. പിന്നെ താഴെ ലാൻഡ് ചെയ്തതിന് ശേഷം എമിഗ്രേഷൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരുതിയ ലഗേജ് ഒക്കെ ഉന്തി വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവരെ മുന്നിൽ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. അത് തന്നെയാണ് നമ്മൾ ഈ സത്താർ ഹാജിയുടെ വിഷയത്തിലും കാണുന്നത്. അദ്ദേഹം ആ എയർപോർട്ടിൽ എത്തി തന്റെ മകളെ ചേർത്ത് പിടിക്കുന്നു. അതിനുശേഷം ആ ചേർത്ത് പിടിക്കലൊക്കെ കഴിഞ്ഞ് വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് മരണത്തിന്റെ മാലാഖ കൂടെ ഉണ്ടെന്ന് ആർക്കും അറിയുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ കുടുംബത്തിന് വലിയ സന്തോഷങ്ങളാണ് നമുക്ക് കാണേണ്ടിയിരുന്നത്. പക്ഷേ ആ കുടുംബത്തിൽ ആ മയ്യത്തുകൾ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ആളുകൾ ആ മയ്യത്തിനെ കണ്ടുപോകുമ്പോൾ എന്താണ് പറയുക? ഇതാണ് നമ്മുടെയൊക്കെ ഈ ഒരു ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആ സന്തോഷത്തിന്റെ പന്തലുയരേണ്ട ആ വീട്ടില് ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് അടക്കിപ്പിടിച്ചുള്ള തേങ്ങലുകളുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പടച്ച റബ്ബേ, ഞങ്ങൾക്കാർക്കും ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ ഇനി നൽകല്ലേ. നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള ഈമാൻ ഞങ്ങൾക്കില്ല റഹ്മാനായ റബ്ബേ. ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞു പോയ ഇതുപോലെ പൊടുന്നനെയുള്ള ഒരുപാട് അപകട മരണങ്ങള്
ഒക്കെ ഞങ്ങളിൽ നിന്നും ഇട പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവർക്കും ക്ഷമ നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ പോയ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയ എല്ലാവർക്കും ഈ സ്വർഗം നൽകി, അള്ളാഹുവിൻ ഇതിലേക്ക് വന്നവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. എന്താണെങ്കിലും പടച്ച റബ്ബ് ആ കുടുംബത്തിന് ക്ഷമ നൽകുമാറാവട്ടെ. ഇനിയുള്ള കാലം ആ മക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകുന്ന രീതിയിൽ നടന്നു പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ മണവാട്ടിയായി ഉന്നത സ്ഥാനം നൽകി അള്ളാഹു ആര്യക്ക് നല്ലൊരു ജീവിതം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല. പിന്നെ സത്താറാജി ചെയ്തു വെച്ച ഒരുപാട് നന്മകളുണ്ട്. ആ മദീന മുനവറയിലേക്ക് വരുന്ന ആളുകളെ സ്വീകരിക്കുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതൊന്നും പടച്ച റബ്ബ് കാണാതെ പോകില്ല. പിന്നെ ദുനിയാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും എന്തുണ്ടെങ്കിലും പണ്ടൊരാൾ പറഞ്ഞല്ലോ, പടച്ചവർക്ക് ഇഷ്ടമുള്ളവരെ പടച്ചോ നേരത്തെ വിളിക്കുന്നുള്ളത്. ആ നേരത്തെ പോയി എന്നുള്ളതാണ്. അതിനപ്പുറം നമുക്ക് അതിലൊന്നും ഒരു പരീക്ഷണമായിട്ടോ മറ്റ് സങ്കടങ്ങളായിട്ടോ ഒന്നും നമുക്ക് ചിന്തിക്കുവാനില്ല. അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹത്തിന്റെ ഒരു ഭവനം അവർക്ക് അവിടെ പ്രാർത്ഥിക്കുന്നു. يا نفس إن لم تظفري لا تدعي وإلى موائد جود مولاك ارعي. يا